Question number 12, integral 0 to pi by 2 cos square x dx. Cos square x എന്ന് പറയുന്നത് 1 plus cos 2x by 2. നമ്മൾ ഇൻ്റഗ്രേഷനിൽ സ്ക്വയർ വരുമ്പോൾ അതിനെ മാറ്റാൻ ട്രിഗണോമെട്രിക് ഇക്വേഷൻസിൻ്റെ ഇൻ്റഗ്രേഷൻ ചെയ്തപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ cos square x എന്ന് പറയുന്നത് 1 plus cos 2x by 2 dx. ഇനി 1/2 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇൻ്റഗ്രൽ സൈൻ പുറത്തെടുത്തു. 0 to pi by 2 1 plus cos 2x dx. ഇൻ്റഗ്രൽ 1 dx എന്ന് പറയുന്ന എക്സ് ആണ്. കോസ് 2x എന്ന് പറയുമ്പോൾ സൈൻ 2x by 2. 0 to pi by 2. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ പൈ ബൈ 2 പ്ലസ് സൈൻ പൈ ബൈ 2. അതായത് 2 ഇൻറ്റു പൈ ബൈ 2. 2 2 ക്യാൻസലായിട്ട് സൈൻ പൈ ബൈ 2 മൈനസ് 0 മൈനസ് സൈൻ 0 ബൈ 2. അപ്പോൾ ഇതിൻ്റെ വാല്യൂ സൈൻ പൈ 0 ആണ്, സൈൻ 0 ആണ്. അപ്പോൾ ഇത്രയും വാല്യൂസ് 0 ആയി. 1/2 ഇൻറ്റു പൈ ബൈ 2 പൈ ബൈ 4. Question number 13, integral 2 to 3 x by x square plus 1 dx. ഇതെന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2x ആണ്. അപ്പോൾ മുകളിലും താഴെ ഒരു 2 ഇട്ട് കൊടുക്കുമ്പോൾ 2x by 2 എക്സ് സ്ക്വയർ പ്ലസ് 1 dx. ഈ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ ഈ 2നെ നമുക്ക് ഈ 1/2 അങ്ങ് കോൺസ്റ്റൻ്റ് എടുക്കുമ്പോൾ 2x by x square plus 1. അപ്പോൾ x square plus 1ൻ്റെ ഡെറിവേറ്റീവാണ് 2x. അപ്പം നമുക്ക് ഡയറക്റ്റ് ലോഗായിട്ട് എഴുതാം, ലോഗ് ഫംഗ്ഷനായിട്ട് എഴുതാം. 1/2 ലോഗ് എക്സ് സ്ക്വയർ പ്ലസ് 1 2 to 3. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ ആദ്യം 3. അപ്പോൾ 9 + 1 10 മൈനസ് ലോഗ് 5. അതായത് ലോഗ് 10/5 1/2 ലോഗ് 2. Question number 14, integral 0 to 1 2x plus 3 by 5x square plus 1 dx. ഇവിടെ മുകളിലുള്ളതിനെ നമ്മൾ ന്യൂമറേറ്ററിനെ 2 ടേമായിട്ട് എടുത്തിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി സെപ്പറേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വേണം ചെയ്യാൻ. ഇപ്പോൾ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 5x square plus 1 ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 10x ആണ്. അപ്പോൾ ന്യൂമറേറ്ററിൽ നമുക്ക് 10x ആക്കി കഴിഞ്ഞാൽ ഈ ഇൻ്റഗ്രൽ ഫംഗ്ഷനെ നമുക്ക് ലോഗ് ഫംഗ്ഷനായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഒരു 5 കൊണ്ട് ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. ഡിനോമിനേറ്ററിൽ 1/5 കോൺസ്റ്റൻ്റായിട്ട് പുറത്തെടുത്തു. അപ്പോൾ എന്ത് വരും? ന്യൂമറേറ്ററിൽ 10x by 5x square plus 1 dx എന്നായി. അപ്പോൾ ഡിനോമിനേറ്ററിൽ കിടക്കുന്നതിൻ്റെ ഡെറിവേറ്റീവ് 10x. അപ്പോൾ എങ്ങനെ എഴുതാം? ലോഗ് മോഡ് 5x square plus 1 ലിമിറ്റ് 0 to 1. ഇവിടെ 3 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. പിന്നീട് ഇതിനെ നമ്മൾ പഠിച്ചിട്ടുള്ള എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതായത് ഇവിടുന്ന് ഒരു 5 കോൺസ്റ്റൻ്റ് എടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആവും. എക്സ് സ്ക്വയർ പ്ലസ് 1/5 എന്ന് വരും. ഇവിടെ 3/5 കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തിട്ട് ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോം ആവാൻ 1/√5 ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇൻ്റഗ്രൽ 1/x സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുന്നത് 1/a ടാൻ ഇൻവേഴ്സ് x/a ആണ്. ഇവിടെ a എന്ന് പറയുന്നത് 1/√5 ആണ്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് x അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 3/5 ഇൻറ്റു √5 വരും. √5 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 3/√5 എന്ന് വരും. ഇവിടെ ടാൻ ഇൻവേഴ്സ് √5x. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 0 to 1 3/√5 ടാൻ ഇൻവേഴ്സ് √5 മൈനസ് ടാൻ ഇൻവേഴ്സ് 0. നമുക്ക് കറക്റ്റായിട്ട് ലിമിറ്റ് വാല്യൂസ് ടാൻ്റെ വാല്യൂസ് ഉള്ളിടത്ത് മാത്രമേ എഴുതാൻ മതി, ഇല്ലെങ്കിൽ ടാൻ ഇൻവേഴ്സ് എന്ന് തന്നെ അങ്ങ് എഴുതാം. 3/√5 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് √5. ഇവിടെ 5x square plus 1ൻ്റെ പ്ലേസിൽ 0 to 1 ലിമിറ്റ് കൊടുക്കുമ്പോൾ ലോഗ് 6 മൈനസ് ലോഗ് 1 എന്ന് വരും. ലോഗ് 1ൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ 1/5 ലോഗ് 6 1/5 ഇൻറ്റു ലോഗ് 6 പ്ലസ് 3/√5 ടാൻ ഇൻവേഴ്സ് √5 ആൻസർ. Question number 15, integral 0 to 1 x e raised to x square dx. ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി എളുപ്പം ചെയ്യാം. അതായത് എക്സ് സ്ക്വയറിന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 2x dx എന്ന് പറയുന്നത് dt ആയിട്ട് വരും. എക്സ് dx എന്ന് പറയുമ്പോൾ dt/2. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ ലിമിറ്റും നമ്മൾ ആ ടിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ ടിയുടെ വാല്യൂ എക്സ് സ്ക്വയർ, അതായത് 0² ടിയുടെ വാല്യൂ 0. എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ ടിയുടെ വാല്യൂ 1² 1. ഇവിടെ ലിമിറ്റിന് മാറ്റം വരുന്നില്ല, പക്ഷേ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇൻ്റഗ്രൽ 0 to 1 e raised to t ഇൻറ്റു dt/2. 1/2 കോൺസ്റ്റൻറ്റ് പുറത്തെടുക്കുന്നു. e raised to tയുടെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് e raised to t ലിമിറ്റ് 0 to 1. അപ്പോൾ e raised to 1 മൈനസ് e raised to 0. e raised to 1 എന്ന് പറയുന്നത് e raised to 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1/2 e - 1.